ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബി എ ഹിന്ദി മെഡിസി. ഈ വീഡിയോയിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് കഹാനി की विकास ആണ്. फिल्म तथा धारावाहिक बनाने के लिए कहानी किस प्रकार हमने प्राप्त होता है इसके बारे में हम बताता है. कहानी प्राप्त होने का मुख्य रूप से 3 तरीके होता है. ഒന്നാമത്തേതാണ് मूल कहानी लिखने की तरीके. इसके अंतर्गत किसी घटना പാത്രീയ സമസ്യക്കോ വികസിത് കർ കഹാനി കാ രൂപ് ദിയാ ജാതാ ഹൈ. മനസ്സിലുള്ള സംഭവം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ക്യാരക്ടറിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ച് കഹാനി പോലെ എഴുതുന്നതിനെയാണ് നമ്മൾ മൂൽ കഹാനി ലിഖ്നേക്ക് തരീക്കകത്ത് വരുന്നത്. വായിക്കാൻ വേണ്ടി എഴുതുന്നതാണ് ഈ ഉപന്യാസം കഥയൊക്കെ. എന്നാൽ പട്കഥ എഴുതണമെങ്കിൽ കുറച്ച് വിഷ്വലൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആദ്യം നമ്മളൊരു നല്ല കഹാനി കണ്ടുപിടിക്കണം, അതിനുശേഷം പട്കഥയാക്കണം. പിന്നെയാണ് നമ്മൾ ഈ മൂവി ആണെങ്കിലോ അല്ലെങ്കിൽ ധാരാവാഹിക് സീരിയൽ ആണെങ്കിലോ ഒക്കെ നമ്മൾ ചിത്രീകരിക്കുന്നത്. किसी साहित्य कृति को आधार बनाकर कहानी लिखने का है. इसके अंतर्गत कहानी उपन्यास नाटक के आधार पर फिल्म के लिए विकसित जाती है. इस क्रिया को कहते हैं രൂപാന്തരൻ. ഏതെങ്കിലും കഹാനി അല്ലെങ്കിൽ ഏതെങ്കിലും ഉപന്യാസമോ നാടകമോ എടുത്തിട്ട് അതിനെ നമ്മൾ പട്കഥാ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൺവേർട്ട് ചെയ്യും. कभी कभी पुरानी या दूसरी भाषाओं से टेलीफिल्म से आधार पर फिल्म की कहानी तैयार करना. എന്ന് വെച്ചാൽ മറ്റു ഭാഷയിലുള്ള മൂവീസും അതേപോലെ തന്നെ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആധാരത്തിൽ നമ്മൾ ഫിലിം മേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പട്കഥ ഉണ്ടാക്കുന്നു. ഇപ്പം നമ്മൾ അന്യഭാഷയിലെ സിനിമ എടുത്തിട്ട് നമ്മുടെ ഭാഷയിലേക്ക് ഡബ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഉള്ള ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും തമിഴ് സിനിമയോ ഇംഗ്ലീഷ് സിനിമയോ നമ്മുടെ മലയാളം ചാനലായിട്ടുള്ള കൈരളി ടി വിയോ അതിനകത്തൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെന്താ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളാണെങ്കിൽ ആ സിനിമ തന്നെ നല്ല സിനിമയാണെങ്കിൽ തന്നെ നമുക്ക് ഒരിതുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ആ സിനിമ അങ്ങ് വെറുത്തു പോകും. ഇപ്പം നമുക്ക് ആ പരിവേഷം അല്ലെങ്കിൽ ആ പരിസ്ഥിതി മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ സന്ദർഭം മാറ്റിയിട്ട് വേണമെങ്കിൽ നമ്മുടെ കൾച്ചർ അനുസരിച്ച് ഏതെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ നമുക്ക് വരുത്താനുള്ള റൈറ്റ്സ് ഉണ്ട് ഇതിൽ. ഇനി അടുത്തത് കഹാനി പ്രാപ്ത് ഹോനേക്ക 3 തരീക്കയാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ തന്നെ ആയിരിക്കും ഒരു ബേസിക് സ്റ്റോറി എഴുതുന്നത്. രണ്ടെന്ന് വെച്ചാൽ കഹാനി അല്ലെങ്കിൽ ഉപന്യാസ് നാടക അതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് പുതിയ പട്കഥ ഉണ്ടാക്കാം. അതിനെയാണ് നമ്മൾ രൂപാന്തരൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് പുരാണ കഥകളോ മറ്റ് ഭാഷാ ഫിലിം ബേസ് ചെയ്ത് ആവശ്യമെങ്കിൽ അതിന് കുറച്ച് ചേഞ്ച് വരുത്തിക്കൊണ്ട് നമുക്ക് കഹാനി ഫിലിംസ് അല്ലെങ്കിൽ ധാരാവാഹിക്ക് വേണ്ടി സ്റ്റോറി എഴുതാം. നേരത്തെ നമ്മൾ കഹാനിക്ക വികാസിൻ്റെ ഇത് പറഞ്ഞില്ലേ, അതിന് കുറച്ചുകൂടെ ഷോർട്ടാക്കി പറഞ്ഞേക്കുവാണ് ഇപ്പോൾ. ഇനി നമ്മൾ പ്രധാന തത്വങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത് 3 തരത്തിലുണ്ട്. ഒന്നാമത്തത് ഘടന, 2 പാത്ര, 3 പരിവേഷ്. ഇത് 3ഉം പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. ഒരെണ്ണമില്ലെങ്കിൽ മറ്റൊന്നില്ല എന്ന നിലയിലാണ് കഹാനിയുടെ ഈ 3 തത്വങ്ങൾ. ഏതെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഘടനയെ ആസ്പദമാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പട്കഥയിൽ വരുന്ന ക്യാരക്ടേഴ്സും പരിവേഷം എന്ന് പറയുമ്പോൾ ചുറ്റുപാടും കാണും. ഘടന കിസി സ്ഥാൻ പർ കർത്തി ഹൈ ഓർ ഉസ്നെ പ്രായഃ പാത്ര शामिल होते हैं. ये उससे प्रभावित होता है. इस तरह पात्रों से यह पात्रों से घटना से या परिवेश से अलग नहीं किया जा सकता. घटना निश्चय रूप से किसी परिवेश में ही करते हैं. इसलिए 3 तत्व अर्थात घटना पात्र परिवेश एक दूसरे से अविभाज्य हिस्सा है. घटना को पूरी कहानी के विस्तार देने के लिए सबसे अधिक ആവശ്യകത കൽപ്പന की पुट्टी है. ഇതിനനുസരിച്ച് കഹാനി വികസിക്കണമെങ്കിൽ അതിൽ കൽപ്പന എന്ന മെയിൻ ഫാക്ടർ ഉണ്ടായിരിക്കണം. ഒരു കഥ കണ്ടാൽ നമുക്കത് കഹാനിയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അതിൽ സംഭവം വേണം, അതേപോലെ എന്തെങ്കിലും ഒരു സമസ്യ വേണം. കൽപ്പനയും കൂടി ചേർന്നാലേ അതൊരു കഹാനി രൂപത്തിലായി മാറത്തുള്ളൂ. കഹാനി മേം ദ്വന്ദ് की ഭൂമികയാണ് അടുത്ത പറയുന്നത്. കഹാനി को आगे बढ़ने वाले एक मुख्य तत्व है द्वंद्व. कभी कभी विरोधी विचार में होता है, कभी कभी व्यक्तियों बीच होता है, परिस्थितियों के होता है. एक दूसरे से विरोधी विचारों व्यक्तियों പരിസ്ഥിതിയോ കാ അഗർ മേം തക്രാബ് ഹൈ ദ്വന്ദ്. പരസ്പര വിരുദ്ധ സ്വഭാവമുള്ള 2 ആളുകൾ അല്ലെങ്കിൽ അവരുടെ ചിന്ത അല്ലെങ്കിൽ പരിസ്ഥിതി ഇതൊക്കെ തമ്മിലുള്ള ഒരു സംഘർഷത്തെയാണ് നമ്മൾ ദ്വന്ദ് എന്ന് പറയുന്നത്. കഹാനി മേം ദ്വന്ദ് കാ ലഹർദാർ സരൂരി ഹൈ. ദ്വന്ദ് കई तरह दृश्य जाया सकता है. सबसे पहले प्रायः एक केंद्रीय द्वंद्व होता है जो लोग आगे बढ़ता जाता है और अंत में चरम तक पहुंचता है. കഹാനിയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരിക്കണം. പലതരത്തിലുണ്ടാകും അത്. മുഖ്യ കഹാനിയിൽ വരുന്ന കോൺഫ്ലിക്ട്സ് മുഖ്യ ദ്വന്ദ് എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് ക്ലൈമാക്സ് എത്തുന്ന വരെ ആ ദ്വന്ദ് കഹാനിയിൽ കാണാൻ കഴിയും. ഇതുകൂടാതെ ഉപകഥകളും ദ്വന്ദ്വിലുണ്ടാകും. ഈ ഉപകഥ എന്ന് പറയുമ്പം നമ്മളൊരു സിനിമ എടുത്ത് ആ സിനിമയ്ക്കകത്ത് തന്നെ വേറൊരു ചെറിയ കഥ കാണുമായിരിക്കുമല്ലോ, അതിനെയാണ് നമ്മൾ ഉപകഥ എന്ന് പറയുന്നത്. ഈ ഉപകഥയിൽ വരുന്ന സംഘർഷം അല്ലെങ്കിൽ ദ്വന്ദ്വിനെ വിളിക്കുന്ന പേരാണ് ഉപദ്വന്ദ്.
ഒരു മുഖ്യ കഹാനി തുടങ്ങുമ്പം തൊട്ട് അവസാനിക്കുന്നിടം വരെ അതിൻ്റെ ഇടയിൽ വായനക്കാർക്ക് ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി മുഖ്യതന്തിനെ ഹൈബർനേഷൻ പ്രോസസ്സിലേക്ക് മാറ്റാൻ വേണ്ടി ഉപതന്ത് നമ്മെ സഹായിക്കുന്നു. മുഖ്യതന്ത് ഉണ്ടാകുന്നത് പോലെ ഉപതന്ത് ഉണ്ടാകുകയും അവസാനിക്കുകയും ചെയ്യുന്നു. അവസാനം ഈ മുഖ്യകഥ ക്ലൈമാക്സിലെത്തുമ്പോൾ മുഖ്യതന്ത് കി സമാപ്തി ഹോ ജാതി ഹെ.